പോകുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ട് പാലപ്പവും വെള്ളയപ്പവുമാണ്. കൂട്ടത്തിൽ ഒരു അടിപൊളി മലായിക്കറി. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. നുറുക്ക് ഗോതമ്പ് കൊണ്ട് പച്ചരി കൊണ്ടുണ്ടാക്കുന്നത് പോലെ തന്നെ പാലപ്പവും വെള്ളയപ്പവും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും. കൂട്ടത്തിൽ ഒരു മലായിക്കറി കൂടിയായാലോ? സംഭവം അടിപൊളി തന്നെ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതിനായി ആദ്യം വേണ്ടത് 1 കപ്പ് നുറുക്ക് ഗോതമ്പ്. ഇത് 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതാണ്. 1/2 കപ്പ് തേങ്ങ, 1/4 കപ്പ് ചോറ്. ഈസ്റ്റ് കലക്കാനായി വേണ്ടത് 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ്, 1/4 കപ്പ് ഇളം ചൂട് വെള്ളം. ഇനി ഇത് 3ഉം കൂടി ഒന്ന് കലക്കി 1/2 മണിക്കൂർ വയ്ക്കാം. ഇനി ഗോതമ്പ് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്കിട്ട് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അരച്ചെടുക്കാം. ഇനി തേങ്ങയും ചോറും കൂടി ചേർത്ത് നല്ല സ്മൂത്തായി അരച്ചെടുക്കാം. ദാ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാവിൻ്റെ തിക്നെസ് ഇത്തരത്തിലാണ്. ഇനി അതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി എല്ലാം കൂടി യോജിപ്പിക്കാം. ഇനി ഒരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മാവിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയ ശേഷം ഒരു 1/2 മണിക്കൂർ കൂടി അടച്ചു വയ്ക്കാം. ദാ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി മാവ് അധികം ഇളക്കരുത്. ഈ മാവ് നമുക്ക് പാലപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ച് ഒന്ന് ചുട്ടെടുക്കാം. സാധാരണ പാലപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ചെയ്തെടുക്കാം. ദാ ഗോതമ്പ് പാലപ്പം റെഡിയായി. ഇനി തവയിലേക്ക് ഒഴിച്ച് വെള്ളയപ്പം പോലെ ചുട്ടെടുക്കാം. നിറയെ ഹോൾസ് വന്നിട്ടുണ്ട്. മാവ് നല്ല പെർഫെക്റ്റ് ആകുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ അപ്പം വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഗോതമ്പ് പാലപ്പവും ഗോതമ്പ് വെള്ളയപ്പവും റെഡി ആയിട്ടുണ്ട്. കൂട്ടത്തിൽ സെർവ് ചെയ്തിരിക്കുന്ന മലായിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനാദ്യമായി വേണ്ടത് 2 സവാള, 1/4 കപ്പ് പാല്, 4 മുട്ട, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, കുറച്ച് കശുവണ്ടി ബദാമും, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് ഓയിൽ, ആവശ്യത്തിന് മല്ലിയില, 2 ടേബിൾ സ്പൂൺ നെയ്യ്. ഇനി ഒരു പാനിലെ ചൂടായ എണ്ണയിലേക്ക് സവാള, ബദാം, കശുവണ്ടി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റാം. അരച്ച് പേസ്റ്റ് ആക്കേണ്ടത് കൊണ്ട് എല്ലാം ഒന്നിച്ചിട്ട് ഒന്ന് വഴറ്റിയാൽ മാത്രം മതി. ഇടയ്ക്കൊരൽപ്പം ഉപ്പ് കൂടി ചേർക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് വേകാനായി അടച്ചു വയ്ക്കാം. ഇനി അതൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായി വയ്ക്കാം. ഇനി അരയ്ക്കാനായി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ദാ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും പാൻ അടുപ്പിൽ വെച്ച് അല്പം എണ്ണയും വേണമെങ്കിൽ അല്പം നെയ്യും ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നിളക്കി അതിലേക്ക് കുരുമുളക് പൊടിയും ജീരകപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കി ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഇളക്കിയ ശേഷം കറിയുടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർക്കാം. ഇനി ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഇനി ഗരം മസാല,
മല്ലിയില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് മുട്ട കൂടി ചേർത്ത ശേഷം ഒരു അല്പം നേരം തിളപ്പിക്കാം. നമ്മുടെ മലായി എഗ് കറി റെഡിയായി. അപ്പോൾ ഇനി ഒട്ടും താമസിക്കാതെ രണ്ടും ഉണ്ടാക്കി നോക്കിക്കൊള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നത്